പകരുകയാത്മാവിൻ തിരുശക്തിയാ നിറയുവാൻ നിൻ ജനങ്ങൾ. പകരുകയാത്മാവിൻ തിരുശക്തിയാ നിറയുവാൻ നിൻ ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. ദൈവമായ കർത്താവേ, മറ്റൊരു സന്ധ്യാസമയം കൂടി ഇവിടെ ഒന്നിച്ച് കൂടുവാനും നിന്നെ സ്തുതിക്കുവാനും തക്കവണ്ണം ഞങ്ങൾക്ക് ലഭിച്ച വിലയേറിയ അവസരത്തിനായിട്ട് നിന്നെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ഈ സന്ധ്യാസമയത്ത് അല്പനേരം നിന്റെ വചനത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ ദൈവം നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തരുന്ന ജ്ഞാനം തന്നെയായിരിക്കണമേ ഇവിടെ പറയുന്നതും കേൾക്കുന്നതുമല്ല. കർത്താവെ, നിന്റെ വചനം മനസ്സിലാക്കുവാനായിട്ട് ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമെന്നും നീ ഞങ്ങളുടെ ഉള്ളിൽ വസിക്കണമെന്നും ഇപ്പോൾ ഞങ്ങളുടെ മധ്യത്തിൽ നീ ഇറങ്ങി വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ കൃപയോടെ കേൾക്കണമേ. ബഹുമാനപ്പെട്ട അച്ഛൻ, പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരുന്ന വിഷയം, പരിശുദ്ധാത്മാവ് കാണിച്ചിരുന്ന വിഷയം, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 14-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 18:14. അബ്രഹാമിൻ്റെയും സാറായുടെയും ജീവിതത്തിൽ 3 വിസിറ്റേഴ്സ് വന്നിട്ട്, ആ ഒരു സംഭവത്തിന് ശേഷം 3 വിസിറ്റേഴ്സ് വന്നിട്ട് അവരെ കണ്ട് അവരോട് സംസാരിച്ചതിന് ശേഷം അവസാനമായിട്ട് അവർ പോകുന്നതിന് മുമ്പ് പറയുന്നൊരു വാക്യമാണ്, ഈസ് എനിത്തിങ് ടു ഹാർഡ് ഫോർ ദ ലോർഡ്. യഹോവയാൽ അസാധ്യമായ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പോൾ യഹോവയാൽ അസാധ്യമായ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം. അപ്പോൾ ഈ ഒരു ചിന്തയ്ക്കായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ അബ്രഹാമിൻ്റെ കഥയിൽ തന്നെ, അബ്രഹാമിനെ കാണുവാനായിട്ട് 3 വിസിറ്റേഴ്സ് വന്ന ആ ഒരു കഥ തന്നെ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ അതിലെ ആ ഫുൾ കഥ നോക്കുമ്പോൾ നമ്മൾ അതിനകത്ത് പ്രത്യേകമായിട്ട് കാണുന്ന 4 ചിന്തകളാണ് ഇന്നത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് നാം കാണുന്നത് കർത്താവിൻ്റെ പ്രോമിസസ്, ദ പ്രോമിസസ് ആൻഡ് പ്രോഫസീസ് ഓഫ് ഗോഡ്. കർത്താവ് അബ്രഹാമിന് കൊടുത്ത ഒരു പ്രോമിസ് ഉണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം തന്നെ 15-ാം അധ്യായം 5-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 15:5. പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുചെന്നു, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നീ എൻ്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു. അപ്പോൾ ആകാശത്തേക്ക് നോക്കുക, ഈ കാണുന്ന നക്ഷത്രങ്ങളുടെ അത്രയും, അതുപോലെ തന്നെ നിന്നെ ഞാൻ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ ഈ യഹോവയുടെ വചനത്തിൽ അബ്രഹാം വിശ്വസിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ആ വിശ്വാസത്തെ പറ്റി അതിൻ്റെ തൊട്ട് താഴെയുള്ള വാക്യം, 6-ാം വാക്യം ഒന്നുകൂടെ വായിക്കാമോ? അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കാണപ്പെട്ടു. അബ്രഹാമിന്റെ ഈ വിശ്വാസം നീതിയായിട്ട് കണക്കെടുപ്പെട്ടു. അബ്രഹാം, ദൈവമായ കർത്താവ് അബ്രഹാമിന് കൊടുത്ത ആ ഒരു പ്രവചനം അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹത്തിൽ അബ്രഹാം വിശ്വസിച്ചു എന്നും ആ വിശ്വാസം അബ്രഹാമിന് നീതിയായിട്ട് കണക്കെടുപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ നാം കാണുന്നത്. അപ്പോൾ വേദപുസ്തകത്തിൽ ഉടനീളം നാം നോക്കുകയാണെങ്കിൽ നോഹയെ സഹായിച്ചവനായ ദൈവം, മോശയെ നടത്തിയവനായ ദൈവം, അബ്രഹാമിനെ നടത്തിയവനായ ദൈവം, ദാവീദിനെ നടത്തിയവനായ ദൈവം, ശദ്രക് മേശക് അബേദ്നേഗോ അവരെ തീയിൽ നിന്ന് രക്ഷിച്ചവനായ ദൈവം, ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് രക്ഷിച്ചവനായ ദൈവം. അപ്പോൾ ഈ വിശ്വസിക്കുന്നവർക്ക്, അതായത് ദൈവത്തെ തിരിച്ചറിഞ്ഞവർക്കായിട്ട് ദൈവമായ കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ദൈവമായ കർത്താവ് വലിയ ഉറപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉറപ്പിൽ വിശ്വസിക്കുക എന്നുള്ളതായിരിക്കണം ഈ ഉറപ്പിൽ വിശ്വസിച്ചു എന്നുള്ളതാണ് ഇവരുടെ എല്ലാവരുടെയും ഒരു പ്രത്യേകതയായിട്ട് നാം കാണുന്നത്. നോഹ കർത്താവ് വിശ്വസിച്ചിരുന്നു. പെട്ടകം പണിയാൻ പറഞ്ഞു, കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് പറഞ്ഞതുപോലെ പെട്ടകം പണിയാൻ പറഞ്ഞപ്പോൾ നോഹയ്ക്ക് ചോദ്യമില്ലായിരുന്നു, നോഹ അത് അതുപോലെ ചെയ്തു. അതായത് കർത്താവ് നടത്തുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. മോശയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മോശ ഒരു നിമിഷം ആലോചിച്ച് നിന്നു, എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കുമെന്ന്. അപ്പോൾ കർത്താവ് വീണ്ടും പറയുകയാണ്, നിനക്കിത് ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കുമെന്ന് ഉറപ്പിച്ചിട്ട് മോശയെ ഇസ്രായേൽ ജനത്തെ വിടുവിക്കാനായിട്ട് അയച്ചു. അപ്പോൾ മോശയെ സഹായിച്ചവനായ ദൈവം. ദാവീദ് വളരെ ഒരു ഇടയബാലൻ മാത്രമായിരുന്നു. ദാവീദിനെ ഒരു രാജ്യത്തിന്റെ രാജാവാക്കി മാറ്റിയവനായ ദൈവം. ശദ്രക് മേശക് അബേദ്നേഗോ അവരെ തീയിൽ നിന്ന് രക്ഷിച്ചവനായ ദൈവം. അപ്പോൾ തന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരെ
രക്ഷിക്കുന്നവനായ ഒരു ദൈവത്തെയാണ് നാം കാണുന്നത്. തന്നെ ആശ്രയിച്ചിരിക്കുന്നവർക്ക് വലിയ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട്, വലിയ പ്രോമിസസ് കൊടുത്തിട്ട്, വലിയ സത്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ആ സത്യങ്ങൾ വിശ്വസിക്കുന്നതും നീതിയായിട്ട് കണക്കെടുപ്പെടുന്ന നീതിയായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നാം ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു അബ്രഹാമിന്റെ വിശ്വാസമായിരിക്കണം നമ്മളുടെയൊക്കെ വിശ്വാസത്തിന്റെയൊക്കെ ഒരു ബേസ് ആയിട്ട്. പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് ഇന്ന് വായിച്ച റോമർ ലേഖനത്തിൽ പോലും പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയുന്നത് നാം വിശ്വാസത്താലാണ് ഒരു പുത്രത്വം എന്നുള്ള ഇത് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അബ്രഹാമിന്റെ വിശ്വാസമായിരിക്കും നമ്മുടെ വിശ്വാസത്തിന്റെ മാതൃക. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ കാണുന്നത് പ്രോമിസസ് ഓഫ് ഗോഡ്. ആ പ്രോമിസ് ഓഫ് ഗോഡിന് പ്രത്യേകതയായിട്ടുള്ളത് ഒന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് മാറിപ്പോകാത്തതാണ്. ഇറ്റ് ഈസ് അൺഫെയിലിംഗ്. കർത്താവ് തന്നിരിക്കുന്ന പ്രോമിസസ് അത് എന്ത് തന്നെയാണെങ്കിലും എൻ്റെ ജീവിതത്തെ വഴി നടത്തുന്നുള്ള ഒരു പ്രോമിസ് കർത്താവ് വന്നിട്ടുണ്ടെങ്കിൽ അത് അതുപോലല്ല എന്ത് പ്രോമിസ് ഉണ്ടെങ്കിലും പ്രായമായ അബ്രഹാമിന് സാറായിക്കും കുഞ്ഞുണ്ടാവും എന്നുള്ള ഒരു പ്രോമിസ് കർത്താവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവ് തന്നിരിക്കുന്ന പ്രോമിസുകൾക്ക് യാതൊരു മാറ്റവുമില്ല. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഒരു മാറിപ്പോകാത്തതായ പ്രോമിസിനെ പറ്റി 1 രാജാക്കന്മാർ 8-56 ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 8:58 അതിങ്ങനെയാണ്: പ്രൈസ് be to the Lord who has given rest to his people Israel just as he promised. Not one word has failed of all the good promises he gave through his servant Moses. മോശയിൽ കൂടി ഇസ്രായേൽ ജനത്തിന് കൊടുത്ത വചനങ്ങളിൽ ഒന്നുപോലും മാറിപ്പോയിട്ടില്ല എന്ന് ദൈവവചനം ഇവിടെ സാക്ഷീകരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ വചനത്തെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വചനത്തെ ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായ പ്രത്യേകത, ദൈവത്തിന്റെ വചനം മാറിപ്പോകാത്തതാണ്. ദൈവത്തിന്റെ വചനത്തിന് ദൈവം ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വചനത്തിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാത്തതാണ്. ആ വചനം നമുക്ക് തരുന്ന വലിയൊരു ഉറപ്പാണ്. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ ഈ പ്രോമിസസിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഗീവ്സ് us a divine assurance. ഒരു വലിയ ഉറപ്പ് നമുക്ക് തരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദൈവം നമുക്ക് വലിയൊരു ഉറപ്പ് തരുന്നുണ്ട്, നമ്മളെ വഴി നടത്തുമെന്നുള്ളത്. അല്ലെങ്കിൽ നാളത്തെ കാര്യത്തെപ്പറ്റി നീ ആകുലനാകേണ്ട, നാളത്തെ കാര്യത്തെപ്പറ്റി ഞാൻ കരുതിയിട്ടുണ്ട്, കാരണം നീ ഇതിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് തരുന്നുണ്ട്. അബ്രഹാമിന്റെയും സാറായുടെയും കാര്യത്തിൽ തന്നെ ഇപ്പം അബ്രഹാം ഇസഹാക്കിനെ ബലി കൊടുക്കാൻ കൊണ്ടുപോയപ്പോൾ പോലും നമ്മൾ അവസാനമായിട്ട് രക്ഷിക്കുന്നവനായ ദൈവത്തെ കാണുന്നുണ്ട്. അപ്പോൾ നാളത്തെ പറ്റി നമ്മളുടെ ചിന്തകളെക്കാൾ ഉപരിയായിട്ട് ഒരു പദ്ധതി കരുതിയിരിക്കുന്നവനായ, ഒരു ഉറപ്പ് തന്നിരിക്കുന്നവനായ ദൈവത്തെയാണ് നാം കാണുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 4-21 റോമൻസ് ചാപ്റ്റർ 4:21. റോമൻസ് ചാപ്റ്റർ 4:21 അത് ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ ബീയിങ് ഫുള്ളി പെർസ്വേഡഡ് ദാറ്റ് ഗോഡ് ഹാഡ് ദ പവർ ടു ഡു വാട്ട് ഹി ഹാസ് പ്രോമിസ്ഡ്. ദൈവം തന്നിരിക്കുന്ന പ്രോമിസ് ചെയ്യുവാൻ തക്കവണ്ണം മുഴുവനായിട്ട് ശക്തിയുള്ളവനാണ് ദൈവം. അതായത് ഈ ദൈവം നമുക്കൊരു പ്രോമിസ് തന്നിട്ടുണ്ടെങ്കിൽ, നമ്മളെ വഴി നടത്തുമെന്നുള്ളൊരു പ്രോമിസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ യാതൊരു മാറ്റവുമില്ല എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഈ വാഗ്ദാനങ്ങൾ നമ്മളെ വീണ്ടും നയിക്കുന്നത് മറ്റു കുറേയേറെ വാഗ്ദാനങ്ങളിലോട്ടാണ്. ദൈവത്തിൻ്റെ വലിയൊരു വഴിനടത്തിപ്പ്, നമ്മുടെ ജീവിതത്തെ നയിക്കുന്നവനായ ദൈവത്തെ നാം കാണുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മളെ ദിനംതോറും പരിപാലിക്കുന്നവനായ ദൈവം. ഇപ്പോൾ നമ്മൾ ഈ നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തെ ഇതുവരെ പരിപാലിച്ച് തൻ്റെ ചിറകടിയിൽ 91 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെ തന്റെ ചിറകടിയിൽ കാത്തു സൂക്ഷിച്ചവനായ ദൈവം, അശുദ്ധ ആത്മാവിന്റെ അല്ലെങ്കിൽ പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷിച്ചവനായ ദൈവം, ആപത്തുകളിൽ നിന്ന് രക്ഷിച്ചവനായ ദൈവം. അപ്പോൾ ഇങ്ങനെയുള്ള ആപത്തുകളിൽ നിന്നൊക്കെ, ഇങ്ങനെയുള്ള വലിയ പ്രയാസങ്ങളിൽ നിന്നൊക്കെ തന്റെ രക്തത്താൽ മുദ്രയിട്ട് തന്റെ പരിശുദ്ധാത്മാവും തന്റെ ദൂതന്മാരുടെ സഹായത്താൽ നമ്മളെ കാത്തു പരിപാലിച്ചവനായ ദൈവത്തെയാണ് നാം കാണുന്നത്. ഇത് തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉറപ്പും. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ, എന്തെങ്കിലും ആകുലതകളുണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകുന്നത്. അപ്പോൾ ഇതിനും ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ മർക്കോസിന്റെ സുവിശേഷം 9-23 നമ്മൾ ഈ ദൈവത്തിന്റെ ഉറപ്പിനെ പറ്റി പറയുമ്പോൾ, ദൈവത്തിന്റെ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുവാൻ വേണ്ടി മർക്കോസിന്റെ സുവിശേഷം 9-23 അതിങ്ങനെ പറയുന്നുണ്ട്: എവറിത്തിങ് ഈസ് പോസിബിൾ ഫോർ ഹിം ഹു ബിലീവ്സ്. വിശ്വസിക്കുന്നവന് എന്തും സാധ്യമാണ്. മാർക്ക് 9:23. യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുവാനും സകലവും കഴിയുമെന്ന് പറഞ്ഞു. Everything is possible for him who believes. വിശ്വസിക്കുന്നവന് സകലവും സാധിക്കും എന്നുള്ളൊരു ഉറപ്പ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വേഴ്സ് നമ്മളെ വീണ്ടും കൊണ്ടെത്തിക്കുന്നത് അബ്രഹാമിന്റെ കഥയിലേക്കാണ്. അബ്രഹാം ജെനസിസിന്റെ 15-6 നമ്മൾ ഇച്ചിരി മുമ്പേ വായിച്ചു, അബ്രഹാം ബിലീവ്ഡ് ഇൻ ലോർഡ് ആൻഡ് ദാറ്റ് വാസ് കൺസിഡേർഡ് and he was credited to him as righteousness.
അബ്രഹാമിന്റെ ഈ വിശ്വാസം നീതിയായിട്ട് കണക്കിടപ്പെട്ടു എന്ന് നമ്മൾ ഇച്ചിരി മുമ്പേ വായിച്ച വചനത്തിലേക്കാണ് ഈ ഒരു പർട്ടിക്കുലർ വചനം നമ്മളെ എത്തിക്കുന്നത്. അപ്പോൾ അബ്രഹാമും സാറായും വളരെയേറെ നാളുകൾക്ക് അബ്രഹാമിന് വലിയൊരു പ്രോമിസ് കിട്ടി, ഇതിന്റെ സന്തതി പരമ്പരകൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാകും എന്നൊക്കെ വലിയ പ്രോമിസ് കിട്ടി. പക്ഷെങ്കിൽ പ്രായമായിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല, തങ്ങളുടെ ആഗ്രഹം സാധിച്ചില്ല. അപ്പോൾ അബ്രഹാമും സാറായിക്കും ഡെഫിനറ്റ്ലി ഒരു പക്ഷെങ്കിൽ വിഷമം ഉണ്ടായിരുന്നു കാണും. പക്ഷെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ ഉണ്ടായിരുന്ന ഈ വിശ്വാസമാണ്, ദൈവം പറഞ്ഞത് മാറിപ്പോകത്തില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് അബ്രഹാമിന് ഇവിടെ നീതിയായിട്ട് കണക്കിടപ്പെട്ടത്. നമ്മളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ, ഇന്നത്തെ കാര്യം അല്ലെങ്കിൽ ഇന്നത്തെ ഒരു പ്രയാസം അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദുഃഖം അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങൾ വരുമ്പോൾ നാളത്തെ കാര്യം അല്ലെ ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ ദൈവത്തിന് ഇടപെടാൻ തക്കവണ്ണം സാധിക്കുമോ? അബ്രഹാമിന്റെ സാറായുടെയും ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചവനായ ദൈവത്തിന് ഈ നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം സാധിക്കുമോ എന്നുള്ളത് നമ്മൾ ഓരോ ദിവസവും ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ്. സാധിക്കുമോ ചിന്തിച്ചാൽ പോരാ, സാധിക്കുമെന്ന് വിശ്വസിക്കാൻ തക്കവണ്ണം സാധിക്കണം. കാരണം വേദപുസ്തകത്തിൽ ഉടനീളം ഇതിനുള്ള എക്സാമ്പിൾസ് ആണ് നാം കാണുന്നത്. പൗലോസ്ലീഹായെ വഴി നടത്തിയവനായ ദൈവം, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ തക്കവണ്ണം നടന്ന പൗലോസ്ലീഹായെ ട്രാൻസ്ഫോം ചെയ്യുന്നവനായ ഒരു ദൈവത്തെ തന്നെ നാം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് കർത്താവിന്റെ പ്രോമിസസിൽ, നമുക്ക് പിതാവാം ദൈവത്തിന്റെ പ്രോമിസസിൽ എത്രത്തോളം വിശ്വാസമുണ്ട്? അബ്രഹാം വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ? അതിന്റെ ഒരു % എങ്കിലും വിശ്വസിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചിന്ത. അങ്ങനെ വിശ്വസിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു രീതി തന്നെ മാറിപ്പോകും. നമ്മൾ ഫുള്ളി ട്രാൻസ്ഫോംഡ് ആയി പൂർണ്ണമായിട്ട് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. രണ്ടാമതായിട്ട് കാണുന്നത്, ഇവിടെ ഈ ഒരു കാര്യം പറഞ്ഞെങ്കിലും നമ്മൾ കാണുന്നുണ്ട് സാറ ചെറുതായിട്ടൊന്ന് സംശയിക്കുന്നുണ്ട്. ഈ പ്രായത്തിൽ എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമോ എന്ന് സാറ അവിടെ സംശയിക്കുന്ന ഒരു വചനം നമ്മൾ കാണുന്നുണ്ട്. 12-ാം വാക്യം, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 12-ാം വാക്യം. ഉൽപ്പത്തി 18:12. ആകയാൽ സാറ ഉള്ളം കൊണ്ട് ചിരിച്ചു, വൃത്തിയായിരിക്കുന്ന എനിക്ക് സുഖഭോഗം ഉണ്ടാകുമോ? എൻ്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ അബ്രഹാമിനോട്, വൃത്തിയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3 ദൂതന്മാർ വന്ന് സംസാരിച്ചു കഴിഞ്ഞ് നിനക്കൊരു കുഞ്ഞുണ്ടാകും, അടുത്ത വർഷം ഈ സമയത്ത് ഒരു കുഞ്ഞുണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാറായിക്ക് ഒരു സംശയം, ഇതെങ്ങനെ സാധിക്കും? കാരണം മാനുഷികമായ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇത് അസാധ്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിലോട്ടും നമ്മൾ പോകുമ്പോൾ, ഇപ്പോൾ ഒരു ജോലിക്കാര്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിൽ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് സാധിക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് സാധിക്കുമോ എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു പ്രയാസമായിട്ട് കാണുന്നുണ്ട്. നാളെ എന്നെ ദൈവം പരിപാലിക്കുമോ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. മാനുഷികമായ സംശയങ്ങൾ മാത്രമാണ്. പക്ഷെങ്കിൽ ഈ മാനുഷികമായ സംശയത്തെ പോലും മാറ്റി നിർത്തിയിട്ട് ദൈവത്തിൽ വിശ്വസിക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ടോ എന്നുള്ളതായിരിക്കണം നമ്മുടെ ചിന്ത. അത് സംശയിച്ചിരുന്നവർ നമ്മൾ മാത്രമല്ല, നമ്മൾ അപ്പോസ്തലന്മാർ പോലും ദൈവത്തിൽ സംശയിച്ചിരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ സംശയം നമ്മൾ 2 രീതിയിലാണ് കാണുന്നത്. ഒന്നാമതായിട്ട് കാണുന്നത് ദൈവത്തിന്റെ ശക്തിയിൽ നാം പലപ്പോഴും സംശയിക്കുന്നു. ദൈവത്തിന്റെ ശക്തിയിൽ സംശയിച്ചവരാണ് സാറ ഒരു നിമിഷത്തേക്ക് ആലോചിച്ച് പോയി, ഇതെനിക്ക് സാധിക്കുമോ എന്ന്, ഇങ്ങനെയൊരു വലിയ വചനം കിട്ടിയപ്പോൾ ഇതെനിക്ക് സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ സാറ സംശയിച്ചു. അപ്പോൾ ദൈവത്തിന്റെ ശക്തിയിൽ സാറ ഒന്നാമതായിട്ട് സംശയിച്ചു. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് സ്ത്രീകൾ ചെന്ന് അപ്പോസ്തലന്മാരോട് പറഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ 3.5 കൊല്ലം കർത്താവിനോട് കൂടി നടന്നിട്ടും കർത്താവ് ഉയർത്തെഴുന്നേറ്റോ അവർക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല. അവരെ അവിടെ സംശയിച്ചു. അപ്പോൾ സംശയിക്കുന്നത് നമ്മളെ പോലുള്ള സാധാരണക്കാർ മാത്രമല്ല, കർത്താവിന്റെ കൂടെ 3.5 കൊല്ലത്തോളം നടന്നിട്ടും അപ്പോസ്തലന്മാർ പോലും സംശയിച്ചു. വലിയ വഴിനടത്തിപ്പ് മനസ്സിലാക്കി അബ്രഹാമും സാറായും വലിയ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെ അവർ പോലും ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ സംശയിച്ചു. അപ്പോൾ ഈ സംശയം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, മറ്റുള്ളവരുടെ വേദപുസ്തകത്തിൽ പലയിടത്തായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് ഒരു മാനുഷികമായിട്ടുള്ള കാര്യമാണെന്നും അതിനെ നിവാരണം ചെയ്യുവാൻ തക്ക നമ്മൾ കർത്താവ് വിശ്വസിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ചിന്ത. രണ്ടാമതായിട്ട് നാം സംശയിക്കുന്നത് നമുക്ക് എന്ത് ശക്തിയുണ്ട് എന്നുള്ള കാര്യത്തിലാണ്. കർത്താവിനെ സ്വീകരിച്ച നമുക്ക് ഏതൊക്കെ രീതിയിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള കാര്യത്തിൽ നാം സംശയിക്കുന്നുണ്ട്. കടലിന്മീതെ നടന്ന കർത്താവിനെ കണ്ടിട്ട് പത്രോസ് ശ്ലീഹ നടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളത്തിൽ മുങ്ങിപ്പോയി. അപ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ, നീ എന്തിനെ സംശയിച്ചു? യു ഓഫ് ലിറ്റിൽ ഫെയ്ത്ത്, ഹി സെഡ്, വൈ ഡിഡ് യു ഡൗട്ട്? നീ ആ ഒരു കാര്യത്തിൽ എന്തിനാണ് നീ സംശയിച്ചത്? നിനക്ക് വിശ്വാസം ഇല്ലാതെ പോയത് എന്തുകൊണ്ട്? ആ ഒരു കാര്യത്തിൽ നിനക്ക്
നിന്റെ വിശ്വാസം മൂലം നിനക്ക് എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കും, നിനക്ക് എന്തെല്ലാം കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കുമെന്നുള്ള ചിന്ത മാറിയിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയിച്ചതാണ് അവിടെ പത്രോസ് ചെയ്തത്. പിന്നീട് പെന്തക്കോസ്ത് നാളിന് ശേഷം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച പത്രോസ് ശ്ലീഹ ആയിരങ്ങളെ സുഖപ്പെടുത്തി, ആയിരങ്ങളെ മാനസാന്തരപ്പെടുത്തി, അപ്പോസ്തലന്മാരുടെ വസ്ത്രത്തിൽ തൊട്ടവർക്ക് പോലും രോഗസൗഖ്യം കിട്ടി എന്ന് നാം പിന്നീട് വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ ശക്തിയിൽ നാം സംശയിച്ചു പോകാറുണ്ട് വല്ലപ്പോഴും ഒക്കെ. ദൈവത്തിന്റെ ശക്തി സ്വീകരിച്ച നമ്മുടെ ശക്തിയിൽ നാം പലപ്പോഴും സംശയിച്ചു പോകാറുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതങ്ങൾ ഇങ്ങനെ സംശയത്തിൽ മാറ്റി നിർത്താതെ മറിച്ച് ദൈവമായ കർത്താവിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം സാധ്യമാണ് എന്നുള്ള വചനത്തിൽ ഉറച്ച് വിശ്വസിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കേണ്ടതായ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഈ കാണുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു അർത്ഥം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കഥയിൽ തന്നെ നമ്മൾ മൂന്നാമതായിട്ട് കാണുന്ന ഒരു കാര്യം ഇപ്പോൾ തന്നെ വായിച്ച ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ തന്നെ, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 15-ാം വാക്യം, അത് സാറ ഒരു നിമിഷം ദൈവത്തിനോട് കള്ളം പറയുന്ന അവസ്ഥയാണ്. 15-ാം വാക്യം ഒന്ന് വായിക്കാമോ? സാറ ഭയപ്പെട്ടു, ഇല്ല ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെയോ നീ ചിരിച്ചു എന്ന് അവൻ അരുളി ചെയ്തു. നമ്മളുടെ അന്തരംഗത്തിലെ കാര്യങ്ങളെ മനസ്സിലാക്കുന്നവനായ ദൈവത്തെയാണ് നാം അവിടെ കാണുന്നത്. നമ്മുടെ ഹൃദയ വിചാരങ്ങളെ മനസ്സിലാക്കുന്നവനായ ദൈവത്തെയാണ് നാം അവിടെ കാണുന്നത്. ഒരു നിമിഷം സാറ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സാറയ്ക്ക് ഒരുപക്ഷെ ഒരു സർക്കാസ്റ്റിക് രീതിയിലായിരിക്കും സാറ ചിരിച്ചത്. ഇതെങ്ങനെ എനിക്ക് സംഭവിക്കും, ഇവരാരാണ് ഇത് പറയാൻ എന്നുള്ള ഒരു നിമിഷത്തേക്ക് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പറയുകയാണ്, ഈ വന്ന മൂന്ന് ദൂതന്മാർ ചോദിക്കുകയാണ്, നീ എന്തിനാണ് ചിരിച്ചത്? ദൈവത്തിന്റെ വചനത്തെ ഓർത്ത് നീ എന്തിനു ചിരിച്ചു? അപ്പോൾ സാറ ഒരു നിമിഷത്തേക്ക് കള്ളം പറഞ്ഞു പോയി, ഞാൻ ചിരിച്ചില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ദൂതന്മാർ വീണ്ടും സാറയോട് പറയുന്നു, ഇല്ല നീ പറയുന്നത് കള്ളമാണ്, നീ ചിരിച്ചു. അപ്പോൾ ദൈവം നമ്മുടെ അന്തരംഗങ്ങളെ തിരിച്ചറിയുന്നവനായ ദൈവത്തെയാണ് നാം കാണുന്നത്. നമ്മുടെ ഹൃദയവിചാരങ്ങളെ തിരിച്ചറിയുന്നവനായ ദൈവത്തെയാണ് നാം കാണുന്നത്. നമ്മുടെ അത് എന്ത് കാര്യത്തിലാണെങ്കിൽ തന്നെ പലപ്പോഴും വലിയ കാര്യങ്ങൾ നമ്മോട് സംസാരിക്കാൻ തക്കവണ്ണം ദൈവദാസന്മാർ വരുമ്പോൾ അവരിൽ വിശ്വസിക്കാതെ പലപ്പോഴും നാം പരിഹസിക്കുന്നതായ അവസ്ഥ കാണുന്നുണ്ട്. ഇപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ നമ്മൾ രോഗസൗഖ്യം എന്നുള്ള ഒരു കാര്യം നമ്മുടെ മുമ്പിൽ വരികയാണെങ്കിൽ പലപ്പോഴും ഒരു സമൂഹം ആൾക്കാരെങ്കിലും അതിൽ അവിശ്വസിച്ചു പോകും. അവരെന്തോ കാണിച്ചിട്ട് പോയി എന്ന് ചിന്തിക്കുന്നതായ അവസ്ഥ നാം പലപ്പോഴും കാണുന്നുണ്ട്. നമ്മൾ പരിഹസിക്കുന്നത് നമ്മൾ വചനം പ്രസംഗിക്കുവാനായിട്ട് ഒരു വ്യക്തി വരുവാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മളെപ്പോൾ സാധാരണക്കാരനായ ഒരു വ്യക്തി വരുവാണെങ്കിൽ ആ ഒരു വ്യക്തിയെ പരിഹസിക്കുന്നതായ അവസ്ഥ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ സാറ പരിഹസിച്ചതുപോലെ അല്ലെങ്കിൽ സാറ ഒരു നിമിഷം ചിരിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴുമായിട്ട് ഇങ്ങനെ പരിഹസിക്കുന്ന അവസ്ഥ കാണുന്നുണ്ട്. പക്ഷെങ്കിൽ ഇതിലെല്ലാം നമ്മളെ തിരിച്ചറിയുന്നവനായ, നമ്മുടെ ഹൃദയവിചാരങ്ങളെ തിരിച്ചറിയുന്നവനായ ദൈവമായ കർത്താവുണ്ട് എന്ന് ചിന്തിക്കേണ്ടതായ ആവശ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ ഒരു ദൈവദാസനെ കളിയാക്കുകയാണോ, അല്ലെങ്കിൽ ഞാനൊരു വചനം പ്രസംഗിക്കുന്നവനെ കളിയാക്കുകയാണോ, അല്ലെങ്കിൽ ഒരു രോഗസൗഖ്യത്തെ രോഗസൗഖ്യം കണ്ടിട്ട് പുച്ഛിച്ച് മാറി നിൽക്കുകയാണോ? അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നവനായ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നും ഒരിക്കൽ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം പറയാനുള്ള ബാധ്യത ഉണ്ടെന്നും നമ്മൾ ചിന്തിക്കേണ്ടതായ കാര്യമാണ്. അത് ഈ ഒരു എന്തായിരുന്നു ഇങ്ങനെയുള്ള ഒരു ആൾക്കാരെ പറ്റി റെവലേഷൻസ് ചാപ്റ്റർ 21 വേഴ്സ് 8 ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകർ, ദുർനടപ്പുകാർ, ബിംബാരാധികൾ എന്നിവർക്കും വ്യാജം പറയുന്നവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ. അപ്പോൾ ദൈവവചനത്തെ കൺസിഡർ ചെയ്ത് നാം ഭീരുക്കളാണോ, ദൈവവചനത്തെ കൺസിഡർ ചെയ്ത് നാം കള്ളം പറയുന്നവരാണോ, വ്യാജം പറയുന്നവരാണോ എന്നുള്ളതിനെ പറ്റിയൊക്കെ നാം ചിന്തിക്കേണ്ടതായ ആവശ്യമുണ്ട്. നാലാമതായിട്ട് നാം ഇവിടെ കാണുന്നത് സർവശക്തനായ ദൈവത്തെയാണ്. ഈ വചനത്തില് ഈ ടോപ്പിക്കിൽ പറഞ്ഞതുപോലെ 18-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ ദൈവത്താൽ അസാധ്യമായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിന് സാധിക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ ഈ ഭൂമിയിലോ ഉണ്ടോ? അല്ല, ദൈവത്തിന്റെ സൃഷ്ടിവർഗത്തിൽ എന്തിലേലും ദൈവത്താൽ അസാധ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതായ കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ തോട്ടിനെ നാം തിരിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ ബൈബിളിൽ കാണുന്ന വലിയ കാര്യങ്ങൾ, അതായത് നോഹയുടെ ജീവിതത്തിൽ ആദ്യം പറഞ്ഞതുപോലെ നോഹയുടെ ജീവിതത്തിലും അബ്രഹാമിന്റെ ജീവിതത്തിലും ദാവീദിന്റെ ജീവിതത്തിലും അപ്പോസ്തലന്മാരുടെ ജീവിതങ്ങളിലും ഒക്കെ വലിയ വഴിനടത്തിപ്പുകാരനായിട്ട് നമ്മൾ കൂടെ നിന്ന ദൈവം നമ്മളോട് കൂടെ നമ്മളുടെ മധ്യത്തിൽ ഇപ്പോഴുണ്ടെന്നും നമ്മുടെ ജീവിതത്തെ വഴിനടത്തുവാൻ തക്കവണ്ണം പ്രാപ്തനാണെന്നുള്ള വിശ്വാസം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടോ? അങ്ങനെ ഒരു വിശ്വാസമാണ് അബ്രഹാമിന് നീതിയായിട്ട് കണക്കിടപ്പെട്ടതെങ്കിൽ ആ വിശ്വാസത്താൽ പുത്രത്വം സ്വീകരിച്ച നമ്മൾക്ക് ഓരോരുത്തർക്കും സർവശക്തനായ ഈ ദൈവത്താൽ അസാധ്യമായിട്ടുള്ള
യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ തക്കോണം സാധിക്കണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ഓരോ ദിവസവും ഉള്ള ചിന്ത, ഓരോ നിമിഷവും ഉള്ള ചിന്ത. അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് അടുത്തെത്തുമ്പോഴാണ് നാം ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കോണം നമുക്ക് സാധിക്കുന്നത്. അത് പ്രസംഗമാണെങ്കിലും പ്രവചനമാണെങ്കിലും രോഗസൗഖ്യമാണെങ്കിലും അങ്ങനെ എന്തുള്ള കാര്യമാണെങ്കിലും ഈ വിശ്വാസത്താൽ നിറഞ്ഞു കഴിയുമ്പോഴാണ് നമുക്കതെല്ലാം ചെയ്യുവാൻ തക്കോണം സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർവശക്തനായ ദൈവത്താൽ അസാധ്യമായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നാം ഓരോ ദിവസവും ചിന്തിക്കേണ്ടതായ ചോദ്യമാണ്.